ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടി ഒരു പലഹാരം തയ്യാറാക്കി നോക്കാം. ഞാനിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കഴുകി മുറിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലെടുത്തിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒരല്പം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന മസാല നമുക്ക് തയ്യാറാക്കി വെക്കാം. ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവാളയാണ്, അതുകൊണ്ട് പകുതി സവാള, കുറച്ച് മല്ലിച്ചപ്പ്, ഇത്രയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സവാളയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് വേവിച്ച് എടുക്കണം. ഈ സമയത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായി ഒരു കയ്യിൽ കൊണ്ട് നമുക്ക് ഇത് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് 2 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ കടലമാവ്, അതുപോലെ 2 സ്പൂൺ കോൺഫ്ലവർ, ഇത്രയുമാണ് ഇട്ടിട്ടുള്ളത്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേവാൻ വെച്ച വെളുത്തുള്ളിയും ഉള്ളിയും അതിൻ്റെ കൂടെ മല്ലിച്ചപ്പും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഇതിന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തി കുഴക്കുന്ന പരത്തുന്ന ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരുപാട് നേർങ്ങനെ പരത്തണ്ട, കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്തിട്ട് ഒരു ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റൗണ്ട് സാധനം വെച്ചിട്ട് തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്മൈലി ആക്കിയാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാനിത് ഒരു സ്പൂണും ഒരു ഫോർക്കിൻ്റെ ഇതും വെച്ചിട്ട് ഞാൻ ഈ സ്മൈലി ആക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ളത് കാണുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെയാണ് ആക്കിയിട്ടുള്ളത്. കുറച്ച് സ്മൈലിയും കുറച്ച് വളയങ്ങളും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്ത് കോരാം. ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറക്കാൻ ഇടാം. പിന്നീട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടിത് വറുത്ത് കോരാം. ഒരു ഏകദേശം ബ്രൗൺ കളറ് ആകുന്ന സമയത്ത് നമുക്ക് വറുത്തിട്ട് കോരിയെടുക്കാം. ഇത് പാകം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് ഞാൻ ഈ റൗണ്ട് ഷേപ്പിലുള്ളത് ഏകദേശം വളയം എന്ന് പറയാം അത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണിത്. മല്ലിച്ചപ്പും അതുപോലെ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ചേരുന്നത് കൊണ്ട്, പിന്നെ ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. അതൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി പലഹാരങ്ങൾ ചായക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. വൈകുന്നേരത്തെ ചായക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണിത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പോൾ ഇത് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചായയുടെ കൂടി കഴിക്കാം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.